തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുക ഈ വിധിയിലൂടെ എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മേൽക്കോടതിയിൽ ഒരു പ്രതീക്ഷ എത്രത്തോളം വെക്കാം? ഒപ്പം ഇതിൽ എന്തുകൊണ്ടായിരിക്കാം പരമാവധി ശിക്ഷ ലഭിക്കാതെ പോയത്? ഇതിൽ പരമാവധി ശിക്ഷ ലഭിക്കാതെ പോയതിന്റെ ഏറ്റവും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ട കാര്യം പരമാവധി ശിക്ഷ നൽകണം. 6 പ്രതികൾക്കും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണം എന്ന കാര്യമാണ്. അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376D വകുപ്പ് അനുസരിച്ച് പരമാവധി ശിക്ഷയായ ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തം നൽകണമെന്നതാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രതിഭാഗം ഇതിൽ ഉയർത്തിയ വാദം പ്രതികളുടെ പ്രായം, കുടുംബത്തിന്റെ സാഹചര്യം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ച് ലഘുവായ ശിക്ഷ, അതായത് കുറഞ്ഞ ശിക്ഷ, ആ നിയമത്തിൽ പറയുന്ന ആ വകുപ്പിൽ പറയുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നത് 20 വർഷം വരെയുള്ള കഠിന തടവാണ്. അതുകൊണ്ട് ആ 20 വർഷം കഠിന തടവ് മാത്രമേ നൽകാവൂ എന്ന് പറഞ്ഞു. പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിക്കുകയും കുറഞ്ഞ ശിക്ഷ മാത്രം കോടതി നൽകുകയും ചെയ്യുന്നു. അങ്ങനെ നൽകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു വിധിയാണ് ഇത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് നിരാശ 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ഇതിന്റെ ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് കോടതി വിലയിരുത്തുന്നു. അതുകൊണ്ട് 8ാം പ്രതിയായിരുന്ന ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ ഇതിന്റെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു, പ്രതിപട്ടിക കുറ്റവിമുക്തരാക്കുന്നു. തിങ്കളാഴ്ചയാണ് ആ വിധി പറഞ്ഞത്. അത് പ്രകാരം ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികൾ കുറ്റവിമുക്തരായി. രണ്ടാമത്തേത്, ഇന്ന് 6 പ്രതികൾ അവർക്ക് ആനുപാതികമായ ചെയ്ത കുറ്റകൃത്യത്തിന് ആനുപാതികമായ ശിക്ഷയാണോ നൽകിയതെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അങ്ങനെ ആനുപാതികമായ ശിക്ഷയല്ല നൽകിയത് എന്നതാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. അതുകൊണ്ടാണ് അവർക്ക് വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ല എന്ന് പ്രോസിക്യൂഷൻ തന്നെ വ്യക്തമാക്കുന്നത്. ഈ ശിക്ഷാവിധി പരമാവധി ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ പോകേണ്ടുന്ന കാര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കുറഞ്ഞ ശിക്ഷ നൽകുമ്പോൾ അക്കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ ഒരു നിരാശയുണ്ട്. ആ നിരാശ കാരണം പരമാവധി ശിക്ഷയ്ക്കായി അവർ ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി പോകും എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ എല്ലാ നിയമ നടപടിക്രമങ്ങളും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇതിന്റെ വാദവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും അവസാനിച്ചു. ഇനി ഇത് നടക്കേണ്ടത് ഹൈക്കോടതിയിലാണ്. അത് സംസ്ഥാന സർക്കാരും ശിക്ഷിക്കപ്പെട്ട 6 പ്രതികളും നൽകുന്ന അപ്പീലിലാണ് അത്തരമൊരു വാദം പുരോഗമിക്കുക. അത് സംസ്ഥാന സർക്കാർ ആ അപ്പീൽ എത്രയും വേഗം തന്നെ നൽകും. ഒരുപക്ഷെ ഇന്നോ നാളെയോ വിധിന്യായം പുറത്തു വരും. വിധിന്യായം പുറത്തു വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ട് പിന്നാലെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകും. അത് 10 പ്രതികളുടെയും കാര്യത്തിൽ ആണ് അപ്പീൽ നൽകുക. ആദ്യത്തെ 6 പ്രതികൾക്ക് കുറഞ്ഞ ശിക്ഷ, ലഘുവായ ശിക്ഷ നൽകി, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകി, ആനുപാതികമായ ശിക്ഷയല്ല എന്ന വാദമുയർത്തും. രണ്ടാമത്തേത്, ഈ 4 പ്രതികളെ വെറുതെ വിട്ട കാര്യത്തിലും കൂടി അത് സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഉണ്ടാവുകയും ചെയ്യും. ഈ 2 കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും സംസ്ഥാന സർക്കാർ തുടർന്നുള്ള തീരുമാനമെടുക്കുക, അപ്പീൽ നൽകുക.